ഓക്കെ ഗേസ്, നമ്മുടെ ഇന്ത്യൻ ബാക്ക് ഡ്രൈങ് 3D ഗെയിമിലെ വീണ്ടും ഒരു പുതിയ അപ്ഡേറ്റ് വന്നേക്കാ. ഇപ്രാവശ്യത്തെ അപ്ഡേറ്റിലെ ഒരു പുതിയ മിലിറ്ററി ബേസ് ഒക്കെ വന്നിട്ടുണ്ട്. മിലിറ്ററി ബേസും വന്നിട്ടുണ്ട്, പിന്നെ മിലിറ്ററിയുടെ ഒരു വണ്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ചീറ്റ് കോഡ് എന്താന്ന് ഈ വീഡിയോയിൽ പറയാം. ഗൈസ്, അതിനു മുൻപേ ഒരു കാര്യം, ഞാൻ റീസെൻ്റ്ലി ഒരു വാട്സപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും കൊടുക്കാം. അപ്പോൾ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതിൽ പിന്നെ ഞാൻ ലിങ്കൊക്കെ കൊടുക്കാം. ഈ മോഡൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കില്ലേ, അതൊക്കെ കൊടുക്കാം. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ ഫ്രാങ്ക്ലിൻ്റെ വീടുണ്ട്, അപ്പുറത്ത് മൈക്കിളിൻ്റെ വീടുണ്ട്. ഇതിൻ്റെ ഒക്കെ ലിങ്കില്ലേ വാട്സപ്പ് ചാനലിൽ കൊടുക്കാം. അപ്പോൾ അത് ഫോളോ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്ക് കിട്ടും, അന്നേരം ഡൗൺലോഡ് ചെയ്യാൻ സുഖമായിരിക്കും. ഗൈസ്, അപ്പോൾ ഇതാണ് മിലിറ്ററി ബേസ്. നമ്മൾ മറ്റേ സ്റ്റണ്ട് റേസൊക്കെ നടത്തുന്ന ഏരിയയില്ലേ, അവിടെയാണ് മിലിറ്ററി ബേസ് വരുന്നത്. ഇത് പിന്നെ ഒരു ചെറിയ മിലിറ്ററി ബേസാ, എന്നാലും കുഴപ്പമില്ല, സംഭവം നൈസായുണ്ട്. ഇവിടെ പിന്നെ പട്ടാളക്കാരും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഇവരുടെ കയ്യിൽ വെപ്പൺസൊക്കെ ഉണ്ട്, ആർമിയുടെ യൂണിഫോമും ഇട്ടുണ്ട്. ഒരു മിനിറ്റ്, എന്നെ ആരോ വെടിയിക്കണ്ടല്ലോ. അയ്യോ, ഈ സാറ് കണ്ട? സാർ സോറി സാർ, അറിയാണ്ട് വന്നതാ. ഗൈസ്, ഇതുണ്ടില്ലേ, ആ സാറ് വെടിയിക്കുമ്പോൾ എൻ്റെ ഹെൽത്ത് പോവുണ്ട്. ഞാൻ അൺലിമിറ്റഡ് ഹെൽത്ത് അടിച്ചിട്ടുണ്ട്, എന്നിട്ടും ഹെൽത്ത് പോവാ. സാറേ സോറി സാറേ, ഞാൻ ഇപ്പോൾ പോവാം, ഞാൻ വെറുതെ എന്താ. ഗൈസ്, നിങ്ങളിപ്പോൾ ഇതായിരിക്കും വിചാരിക്കണ്ടാവുക, എന്തിനാ ആ സാറിനെ വെടിയിക്കാത്തതെന്ന്. ഇത് പിന്നെ ഇന്ത്യൻ ആർമിയാണ്, നമ്മുടെ സ്വന്തം ആർമിയാ. അവരെ വെടിയിക്കണത് ശരിയല്ലല്ലോ. തൽക്കാലം അത് വിട്ടേക്ക്. അതിപ്പോൾ ഗെയിമിലായാലും അതെ, അവരെ വെടിയിക്കണ്ട, ചെയ്യണത് ഒട്ടും ശരിയാവില്ല. ഇന്ത്യൻ ആർമിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, അങ്ങനെയാ. എന്തെങ്കിലും ആട്ടെ, അതെ, നമുക്ക് ഇവിടെ നിന്ന് മാറിക്കാം. ഗൈസ്, അതെ, ഈ മിലിറ്ററി ബേസിൻ്റെ ഉൾവശേ ഞാൻ ഡ്രോൺ വെച്ച് കാണിച്ചു തരാം. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മിലിറ്ററിക്കാർ നമ്മളെ വെടിയിച്ച് കൊല്ലും. അൺലിമിറ്റഡ് ഹെൽത്ത് അടിച്ചിട്ടും കാര്യമൊന്നുമില്ലേ. ഇതുണ്ടില്ലേ, ഈ ഭാഗത്ത് ഒരു ഷെഡൊക്കെ ഉണ്ട്. ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. ടാങ്കൊക്കെ ഇവിടെ ആയിരിക്കും പാർക്ക് ചെയ്യുക. ഈ ഗെയിമിൽ പിന്നെ മിലിറ്ററിയുടെ ടാങ്കും ഉണ്ട്. അതിൻ്റെ ചീറ്റ് കോഡ് എന്താണെന്ന് കുറേ പേർക്ക് അറിയായിരിക്കും. 4040 4040, അതാണ് ടാങ്കിൻ്റെ ചീറ്റ് കോഡ്. ഇവിടെ പിന്നെ സൈഡിൽ കുറേ ടവറൊക്കെ വെച്ചിട്ടുണ്ട്, വെയർ ഹൗസ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഈ ഭാഗത്ത് ഒരു ഹെലിപാഡും ഉണ്ട്. ഇവിടെ നമുക്ക് ഹെലികോപ്റ്റർ പാർക്ക് ചെയ്യാൻ പറ്റും. ഹെലികോപ്റ്ററിൻ്റെ ചീറ്റ് കോഡ് 8000, 8000. ഇവിടെയും ഷെഡൊക്കെ ഉണ്ട്. ഈ ഗെയിമിൽ പിന്നെ മിലിറ്ററിയുടെ ഒരു വണ്ടിയും വന്നിട്ടുണ്ട്. അതിൻ്റെ ചീറ്റ് കോഡ് എത്രയെന്ന് ഞാൻ പറയാം. അപ്പോൾ ആ വണ്ടിയുടെ ചീറ്റ് കോഡാണ് 3111. അതടിച്ചു കഴിഞ്ഞാൽ മിലിറ്ററിയുടെ കാർ സ്പോണാവും. അയ്യോ, ഇതൊന്നുണ്ടായേ, ആ വണ്ടി തെറിച്ചു പോയല്ലോ. വണ്ടിക്ക് പിന്നെ ഒന്നും സംഭവിച്ചില്ല. മിലിറ്ററിയുടെ വണ്ടിയാ, ഇതൊക്കെ ഭയങ്കര സ്ട്രോങ്ങാ, ടാങ്ക് പോലെ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് പുതിയതായിട്ട് വന്ന വണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുതിയ അപ്ഡേറ്റിൽ വന്നത്. പിന്നെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതിൽ ഡയറക്റ്റ് ലിങ്കൊക്കെ കൊടുക്കാം. അപ്പോൾ ഇതോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനൽ സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.